കോഴിക്കോട് വൻ ലഹരി വേട്ട. 1 കിലോയോളം വരുന്ന MDMA പിടികൂടി, ഒരാൾ അറസ്റ്റിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വേട്ട എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ വേട്ടയാണ്. 981 ഗ്രാം, മാർക്കറ്റിലെ ഇതിന് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ വില വരും. പിന്നെ നമുക്ക് കിട്ടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു ഓപ്പറേഷനാണിത്. ഇയാൾ വയനാട് ജില്ലക്കാരനാണ്, പേര് ഇസ്മയിൽ എന്നാണ്. എങ്കിൽ പോലും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ് ഡിയാൻ ഇതിൻ്റെ വിൽപ്പന നടത്തുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. കൊയിലാണ്ടി, വടകര ഏരിയകളാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. വേറെ ഈ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി മുൻവിധി നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ആ വഴിക്കും അന്വേഷണം തുടർന്നു വരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, മാരക ലഹരി മരുന്നായ MDMAയുമായാണ് ഒരാൾ പിടിയിലായിരിക്കുന്നത്. വയനാട് സ്വദേശിയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഒരാൾ MDMAയുമായി പിടിയിലായി എന്നതിനേക്കാൾ ഉപരി അതിന്റെ ക്വാണ്ടിറ്റിയുടെ വലിയ തോതിലുള്ള ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാക്കി മാറ്റുന്നത്. 1 കിലോയോളം വരുന്ന തൂക്കം MDMAയുമായാണ്. ചില്ലറ MDMAയുമായി പലപ്പോഴും ആളുകൾ പിടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളയിൽ ഒരു വനിതയുൾപ്പെടെ പോലീസിന്റെ പിടിയിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ 1 കിലോയോളം, അതായത് 981 ഗ്രാം തൂക്കം വരുന്ന MDMA പിടികൂടി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു വേട്ടയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേട്ടയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. വയനാട് വെള്ളമുണ്ട സ്വദേശി M ഇസ്മായിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇന്ന് പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഈ ഇസ്മായിൽ കഴിഞ്ഞ ജൂൺ 30 ഡൽഹിയിലേക്ക് പോവുകയും ഈ MDMA 1 കിലോയോളം വരുന്ന MDMA വാങ്ങുകയും ചെയ്തു. ഇത് സംബന്ധിച്ച വിവരം എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ 2 തീയതി പുറപ്പെട്ടു. ഇന്ന് പുലർച്ചെ 3:30 റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ MDMA ഉള്ള ബാഗ് സഹിതം ഇയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് CI ആയിട്ടുള്ള ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം എന്റെ തൊട്ടുപിറകിലുള്ള ഈ ഓഫീസിലെത്തി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇത് ചില്ലറ വിൽപ്പനയ്ക്കായാണ് ഇവിടെ കേരളത്തിലേക്ക് എത്തിച്ചത്. സിറ്റിക്ക് പുറത്തുള്ള കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു പ്രതി ലക്ഷ്യമിട്ടത്. യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെയാണ് പ്രതിയുടെ പ്രധാന ഒരു ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ പ്രതി കാര്യമായ തൊഴിലൊന്നും എടുക്കാതെ ഇത് തന്നെ, അതായത് ഈ ലഹരി കാരിയർ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. ലഹരി വിൽപ്പനക്കാരനും കാരിയറുമായിക്കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ് എന്നൊരു സൂചനയാണ്. ഇത് 2ാം തവണയാണ് ഈ സമീപകാലത്ത് പ്രതി ഡൽഹിയിലേക്ക് പോയത് എന്നൊരു വിവരം കൂടി തുടർ പരിശോധനകളെല്ലാം തന്നെ എക്സൈസ് നടത്തിവരികയാണ്. കൊയിലാണ്ടി, വടകര മേഖലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനായിരുന്നു പ്രതി ലക്ഷ്യമിട്ടിരുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും റിമാൻഡ് ശിക്ഷ ലഭിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് 1 കിലോയോളം വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് റിമാൻഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കോഴിക്കോട് വൻ ലഹരി വേട്ട. 1 കിലോയോളം കഞ്ചാവുമായി വയനാട് സ്വദേശി ഇസ്മായിലാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.